കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ എല്ലാ സഹവിശ്വാസികൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ആദ്യമായി അറിയിക്കുന്നു. പരിശുദ്ധ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ പുസ്തകത്തിലെ അതിലെ ഗവേഷകന്മാർ അവർ പരിശോധിച്ച ദൈവത്തെ ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അവർ പറയുന്നത് ബൈബിളിൽ ഏതാണ്ട് 365 പ്രാവശ്യം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് ആവർത്തിച്ച് പ്രഖ്യാപനം ചെയ്യുന്ന ഒരു വചനമാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ, ഭയപ്പെടേണ്ട. എന്തിനാണ് കർത്താവ് ഇങ്ങനെ 365 പ്രാവശ്യമെന്ന് ബൈബിൾ വിദഗ്ധന്മാർ വ്യക്തമായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ദിവസവും നമ്മളോട് കർത്താവ് പറയുന്നു, ദിവസവും എല്ലാ ദിവസവും അവൻ നമ്മളോട് പറയുന്നതാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട. എന്നിട്ട് നമ്മൾ ഭയപ്പെട്ടല്ലേ ജീവിക്കുന്നത്. ഓരോ ദിവസവും കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നു. അപ്പോൾ അതായത് അതേ മീനിങ്ങിൽ, അതേ അർത്ഥത്തിൽ, അതേ ആശയത്തിൽ, ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടെന്ന അതല്ല, അതേ മീനിങ്ങിൽ, അതേ അർത്ഥത്തിൽ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട 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 എന്ന് പറയുന്നു. പരിശുദ്ധ പുസ്തകത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഞാൻ നഗ്നനായകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറഞ്ഞു. ഭക്തനായകൊണ്ട് ഞാൻ ഭയപ്പെട്ട് ഒളിച്ചിരുന്നത്. നമുക്കൊന്ന് ചരിത്രത്തിലൊന്ന് പരിശോധിച്ചേക്കാം. പ്രശസ്ത സിദ്ധാന്ത ആവിഷ്കരണം സ്ഥാപിച്ച ഒരു വ്യക്തിയായിരുന്നു ചാൾസ് റോബർട്ട് ഡാർവിൻ എന്ന് പറഞ്ഞതായ ഒരു വ്യക്തി. അതായത് പരിണാമത്തിൻ്റെ തത്വങ്ങൾ അവതരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. അതായത് ഇതിൻ്റെ പൂർണ്ണ പേര് അതാണ്, ചാൾസ് റോബർട്ട് ഡാർവിൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ നാമം. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചിട്ടുണ്ട്. പരിണാമത്തെക്കുറിച്ചും ജീവിതം എങ്ങനെയാണ് ഉണ്ടായത്, പരിണാമം എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ടും വളരെ ലോകത്തിനോട് അറിയിച്ച ഈ വ്യക്തി താൻ അറിയപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോടും പ്രസിദ്ധിപ്പെടുത്താനൊക്കെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ജീവിതകാലത്തിൽ മുഴുവനും ഭയങ്കരമായ ഭയത്തിട്ട്, അതായത് പാനിക് അറ്റാക്ക്, ഉത്കണ്ഠയും ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുക ഉടനെ ഉണ്ടാകുന്നതായ ശ്വാസമെടുപ്പ്, ശ്വാസം മുട്ടൽ, തലകറക്കം, മരണഭയം, ഇതുപോലുള്ള ഭയത്തിന് അടിമയായിരുന്നൊരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ഹല്ലേലൂയ ഹല്ലേലൂയ. അഗോറഫോബിയ എന്ന് പറയുന്നുള്ള വിഷാദ രോഗത്തിന് അടിമയായിരുന്നു ഈ മനുഷ്യൻ. പരിണാമം കണ്ടുപിടിച്ച ഈ മനുഷ്യൻ, അദ്ദേഹം പുറത്തോട്ട് തുറന്ന പ്രദേശങ്ങളൊന്നും അദ്ദേഹം സഞ്ചരിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കേണ്ട, ജീവിതത്തിൻ്റെ സിംഹഭാഗവും, ജീവിതത്തിൻ്റെ മിക്കവാറും എല്ലാ ജീവിതത്തിൻ്റെ ഏത് സമയത്ത് ജീവിതത്തിൻ്റെ പെരയ്ക്കകത്തായിരുന്നു അദ്ദേഹം വസിച്ചത്. പുറത്തേക്ക് പോകാനായിട്ട് ഭയമായിരുന്നു. അതായത് ഒരുതരം ഒളിച്ചിരിപ്പ്, ഒരുതരം ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിപ്പോയി ഈ ഭയപ്പെട്ട വ്യക്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്? അഗോറഫോബിയ എന്ന് പറയുന്ന പോലെ വിഷാദ രോഗത്തിന് അടിമയായിരുന്നു മനുഷ്യനെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് നമുക്ക് ഈ വചനം നോക്കുവാൻ, ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ പറയുന്ന ആരാണ്? മറ്റാരുമല്ല, ആദാമാണ് പറയുന്നത്. ഭയപ്പെടാനുള്ള കാര്യം എന്താണ്? അദ്ദേഹം യഹോവയായ ദൈവം മനുഷ്യൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണ്. മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി സമ്പൂർണ്ണതയുടെ ഒരു പര്യായമായ പ്രദേശത്താണ് അവനെ പാർപ്പിക്കാൻ വിട്ടത്. അവിടെ അദ്ദേഹം സന്തോഷത്തോടെയാണോ ജീവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞ് വെയിലാറുമ്പോൾ യഹോവയായ ദൈവം നടക്കുന്ന ശബ്ദം അവർ കേട്ടുന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലല്ലേ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിച്ച ഈ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് യഹോവയായ ദൈവം മനസ്സിലാക്കി. അവൻ ഏകനായിരിക്കുന്ന മാത്രമല്ല, അവന് ഒരുതരം വിഷാദ രോഗിയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം അവന് സന്തോഷിക്കാൻ അവന് കഴിയുന്നില്ല എന്നല്ലേ കർത്താവായ യഹോവയായ ദൈവം മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവനൊരു തുണയെ കൊടുക്കാൻ തീരുമാനിച്ചു. അവനൊരു തുണയെ കൊടുത്തു. ആ തുണയോടുകൂടി അവനവിടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനയും പ്രമാണങ്ങളെയും അനുസരിച്ച് അവൻ ജീവിക്കരുത്. ഏകാന്തത അവന് അനുഭവപ്പെട്ടു. മനുഷ്യന് ദൈവത്തിനോട് മനുഷ്യൻ സംസാരിച്ച ആദ്യത്തെ വചനം എന്താണെന്നറിയാമോ? ദൈവം സൃഷ്ടിച്ച ആദാം ദൈവത്തിനോട് തന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിനോട് ആദ്യം സംസാരിച്ചത് എന്താണെന്നറിയോ?
ആദ്യം സംസാരിച്ച ഫീലിംഗ് എന്താണ്? അവൻ്റെ ഫീലിംഗ് എന്താണ്? ഭയം. ഞാൻ ഭയപ്പെട്ടു, ഒളിച്ചു. ഭയം. ദൈവത്തോട് സംസാരിക്കുന്ന ഞാൻ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്ന ആദ്യത്തെ വചനം എന്ന് പറയുന്നതും അതാണ്, ഞാൻ ഭയപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ഭയപ്പാട് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ദൈവത്തിൻ്റെ അടുത്തിരുന്നിട്ടും ദൈവത്തോട് അകന്ന് ജീവിക്കുന്ന ഒരു പ്രവണത. നമുക്കറിയാമല്ലോ, ആദാമിൻ്റെ പുത്രന്മാരുടെ പരമ്പര നോക്കുമ്പോൾ ആദാമിൻ്റെ പുത്രനെ കായേലും ഹാബേലും, ഹാബേലിനെ കൊന്ന ശേഷം കായേല് ഇങ്ങനെ പിന്നെയും ആ ബോധമൊന്നുമില്ലാതെ താൻ തെറ്റ് ചെയ്തല്ലോ എന്നൊന്നും ഫീലിംഗ് ഇല്ലാതെ പിന്നെയും അവൻ സുഖമായിട്ട് അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവം അവനോട് ചോദിക്കുന്നത്, നിൻ്റെ സഹോദരൻ എവിടെ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ സഹോദരൻ്റെ രക്തം എന്നോട് ചോദിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഭയമുണ്ടായിട്ട് എന്താണ് പറയുന്നത്? ഭയമുണ്ടായിട്ട് എന്താണ് പറയുന്നത്? കർത്താവേ, പൊറുക്കാൻ വയ്യാത്ത തെറ്റാണ് ഞാൻ ചെയ്തു പോയത്. ഇപ്പോൾ ഞാൻ ഏകനായി ഈ ഭൂമിയിൽ ഞാൻ ഊടാടി നടന്ന് മനുഷ്യരെന്നെ കൊല്ലും. ഞാൻ ഏകനായി ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി. ഞാൻ പൊറുക്കാൻ വയ്യാത്ത തെറ്റാണ് കർത്താവെ ഞാൻ ചെയ്തു പോയത് എന്ന് പറഞ്ഞ് കർത്താവിനോട് രമ്യതയിൽ വരുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ ചെയ്ത പാപങ്ങളും തെറ്റുകളും എല്ലാം കർത്താവ് മറന്നു. നമുക്കിവിടെ കാണാൻ നമുക്ക് ദൈവവുമായി എത്തുന്ന ദൈവത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളും കുറവുകളും എല്ലാം നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് രമ്യതയിൽ വരുവാൻ നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളോട് ഒരു ഭയപ്പെട്ട ഒരു മനുഷ്യൻ്റെ പരിണാമത്തിന് സാധനായ, എന്നാൽ പരിണാമത്തിന് സാധനായ ഡാർവിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ഭയത്തിന് അടിമയായ മറ്റൊരു വ്യക്തിയുണ്ട്. അത് വേറെ വ്യക്തിയില്ല. ചരിത്രത്തിൽ ഏറ്റവും ധന്യനായ ഒരു മനുഷ്യൻ, അത് മറ്റാരുമല്ല, അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായ എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞൊരു വ്യക്തി. ഇദ്ദേഹത്തിന് ഇതേ ഭയത്തിൻ്റെ അടിമയായിരുന്നു. ഭയമാണ് അദ്ദേഹത്തിന്, ഭയത്തിൻ്റെ അടിമയായിരുന്നു. പ്രസംഗിക്കാൻ പോകുമ്പോഴും ഭയത്തിൻ്റെ അടിമയിലായിരുന്നു അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ഭയം കൊണ്ട് അദ്ദേഹം പറയുന്നത് ഒരു ഷാർപ്പുള്ള ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുവാൻ ഭയപ്പെട്ടിരുന്നു. കാര്യം താൻ അതെടുത്ത് പ്രയോഗിക്കുമോ എന്നൊരു സംശയം കൊണ്ട് ഭയപ്പെട്ട് ജീവിച്ചൊരു മനുഷ്യൻ. അടിമത്തത്തെ നിയമം മൂലം ഇല്ലാതാക്കിയ ഒരു വലിയൊരു മനുഷ്യൻ. ദൈവത്തിൻ്റെ എത്ര ആകർഷണമായ, ദൈവം എത്രമധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഭയത്തിന് അടിമപ്പെട്ടു പോയി. ഈ ഭയത്തിന് അടിമപ്പെട്ടാണ് അദ്ദേഹം ജീവിച്ചത്? അല്ല, അദ്ദേഹം ഭയത്തിന് അടിമപ്പെട്ട് അദ്ദേഹം ഭയത്തിൽ നിന്ന് പുറത്തു വന്നു. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്തിലൂടെ, വിശ്വാസത്തിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ, കർത്താവായ യേശുക്രിസ്തുവിനെ അദ്ദേഹം തൻ്റെ രക്ഷിതാവായിട്ടും സ്വീകരിച്ച് വിശ്വസിച്ചു വചനം വായിക്കുക, പ്രാർത്ഥിക്കുക. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഭയത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കിട്ടി. എത്ര വലിയ മനുഷ്യനാണെങ്കിലും ഏത് മനുഷ്യനും അധികാരവും സ്ഥാനവും മാനവും ഏത് നിലയിലിരിക്കുന്ന മനുഷ്യരും പണവും പ്രതാപവും സ്ഥാനവും മാനങ്ങളും ലക്ഷക്കണക്കിന് കവചകുണ്ടങ്ങളും രക്ഷിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഭയത്തെ രക്ഷപ്പെടുത്താൻ ആർക്ക് സാധിക്കും? ഒരു മനുഷ്യനും സാധിക്കത്തില്ല, ഒരു മനുഷ്യനും കഴിയുകയില്ല. കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമാണ് നമ്മുടെ ഭയത്തെ നമ്മളിന്ന് മാറ്റാൻ സാധിക്കുന്നത്. നോക്ക്, എത്ര വലിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ, എത്ര വലിയൊരു മനുഷ്യരായിരുന്നവരൊക്കെ ഭയത്തിന് അടിമയായിരുന്നവരല്ല. നമുക്കത് കാണാൻ സാധിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ആശ്വാസം, നമ്മുടെ ഭാരങ്ങളെ, പ്രയാസങ്ങൾ, ഒരു ഭയത്തിന് അടിമയായ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും കീഴ്പ്പെടുത്താൻ സാധിക്കും. ഭയത്തിന് മാറ്റാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആ വചനത്തിന് മാത്രമേ, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് മാത്രമേ ഭയത്തിനെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വേറൊരു വ്യക്തിയെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആ വ്യക്തി, ഞാൻ ആ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. അദ്ദേഹം പറയുന്നത്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. ഇതാരാണ് പറയുന്നത്? ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമല്ല. ഇത് പറയുന്നത് ജോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യത്തിലാണ് ഇരിക്കുന്നത്. നമുക്കിത് ജോബിൻ്റെ സമയകാലഘട്ടങ്ങളൊക്കെ നമുക്കറിയാം. അതായത് BC 2100 കാലഘട്ടത്തിൽ, BC 2100 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. അബ്രഹാമിന് ശേഷം, അതായത് ഗോത്രപിതാക്കന്മാരുടെ സമയങ്ങൾ, ഇസാക്കിൻ്റെ പുത്രന്മാരിലൂടെ പുത്രമരിച്ച് ജാക്കോബിൻ്റെ 12 പുത്രന്മാരാണ് ഈ ഗോത്രപിതാക്കൾ എന്ന് പറയുന്നത്. ആ ഗോത്രപിതാക്കന്മാരുടെ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ജോബ് എന്ന് പറഞ്ഞൊരു വ്യക്തി. അതായത് അബ്രഹാമും
അബ്രഹാമും ജോബും തമ്മിൽ 200-250 വർഷത്തെ ഉള്ള വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ ജോബിൻ്റെ കാലം ഈ ജോബിൻ്റെ ജീവചരിത്രങ്ങളെല്ലാം 1440 BC മോശയാണിതെല്ലാം വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ സംഭവിച്ചത്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് ഭവിച്ചു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഈ അനുഭവം നമുക്ക് പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പേടിച്ചത് തന്നെ എനിക്കെന്തോ വരാൻ പോകുന്നു, എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു. ആ പേടിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് ഭവിച്ചു. ആ അനുഭവമുള്ളൊരു വ്യക്തിയാണ് ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് ഭവിച്ചു. എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പറഞ്ഞാൽ, ഇതുപോലെയുള്ള ആ പേടി സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ അനുഭവകഥ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. ഏതാണ്ട് 10-17 വർഷങ്ങൾക്ക് മുൻപ് അന്ന് എനിക്ക് വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. പക്ഷേ എനിക്ക് വിശ്വാസത്തിൽ എങ്ങനെ വേണ്ട വിധം വളർന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ വളർന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇന്ന് എൻ്റെ വിശ്വാസം ഞാൻ വളർന്ന പോലെ അന്ന് ഞാൻ വളർന്നില്ല അന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഇതാണ് ഞാൻ കണ്ടത്. ഞാനിങ്ങനെ എൻ്റെ ടൂ വീലർ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ട്രക്ക് നിയന്ത്രണം വിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ തൊട്ടടുത്തേക്ക് വന്ന് എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ച് ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നു. ഞാൻ കണ്ട സ്വപ്നമാണ് ഇത്. കണ്ടു കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് എപ്പോഴും ഈ സ്വപ്നം എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഞാൻ വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് ഒരു വണ്ടി ദൂരം വരുവാണെങ്കിൽ ഈ വണ്ടി ആയിരിക്കും ഇനി എൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ ഈ വണ്ടിയാണോ വരുന്നത്, അതോ ഈ വണ്ടിയാണോ വരുന്നത്? എൻ്റെ ചിന്തകൾ അതാണ്. ഞാൻ പേടിച്ചത് തന്നെ ഈ വണ്ടിയാണോ വരുന്നത്, അതാണ് എൻ്റെ ചിന്തകൾ എപ്പോഴും. അങ്ങനെയാണ് എന്നെ ആ ഭയത്തിൻ്റെ അടിമയായിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചു. അങ്ങനെ ഏതാണ്ട് കുറേ വർഷം അതിന് ശേഷം അന്ന് ഏത് വർഷമാണ് 2017 അന്ന് ഒരു മാർച്ച് മാസം 17-ാം തീയതി ഞാൻ വ്യക്തമായിട്ട് എൻ്റെ മദറിനിലോ മരിച്ച ആ ദിവസം വരുന്നത്. അന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തൊക്കെ പോയി രാത്രി പോയിട്ട് എൻ്റെ കസിനുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈ ടൂ വീലർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് രാത്രി ഒരു 12 മണിയോടെ ആളായി കാണും. മരണം വീടല്ലേ, ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. ഒരു ട്രക്ക് താഴേന്നിങ്ങനെ സ്പീഡിങ്ങനെ എൻ്റെ മുമ്പിലോട്ട് തന്നെ ഓടി വന്ന് ഞാൻ അയ്യോ എന്ന് വിളിച്ചു പോയി. പക്ഷേ പെട്ടെന്ന് ആ ഓടിച്ചിരുന്ന ആ ഡ്രൈവർ പെട്ടെന്ന് ഒന്ന് മയങ്ങിപ്പോയി. അതാണ് സംഭവിച്ചത്. പെട്ടെന്ന് അയാൾ ആ സ്റ്റിയറിംഗ് തിരിച്ച് ഇതിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഭയപ്പെട്ട് കിടുകിട പറിച്ച്. ഞാൻ ഭയപ്പെട്ടത് തന്നെയല്ലേ എനിക്ക് സംഭവിച്ചത്. ഞാൻ ഭയപ്പെട്ട് ഇത് കഴിഞ്ഞ് ഈ സംഭവത്തിന് ശേഷം ഞാൻ അധികമായിട്ടൊന്ന് ഗവേഷണം ഈ സ്വപ്നത്തിൽ എന്നെ കാണിച്ചത് ആരാണ്? കർത്താവാണോ എന്നെ കാണിച്ചത്, അതോ സാത്താനാണോ? സത്താനാണോ അത് കാണിച്ചത്, അതാ കർത്താവ്? ഇതാണ് എൻ്റെ സംശയം. ഇതുപോലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ പലരും കണ്ടിരിക്കും, ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾ പലരും സൂക്ഷിച്ചിരിക്കും. നിങ്ങൾ സംശയിക്കേണ്ട, ഇത് കാണിച്ചത് സാത്താനാണ്. കള്ളൻ വരുന്നത് കൊല്ലാനും മുടിപ്പിക്കാനും നശിപ്പിക്കാനും ഇല്ലാതാക്കുന്നതാണ് കള്ളൻ വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ യോഹന്നാൻ സുവിശേഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, കള്ളൻ വരുന്നത് കൊല്ലാനും മുടിപ്പിക്കാനും നശിപ്പിക്കാനുമാണ് വരുന്നത്. പക്ഷേ ഞാൻ വരുന്നു, കർത്താവ് ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകാനും ആ ജീവൻ സമൃദ്ധിയാക്കാനും വേണ്ടിയാണ് ഞാൻ വരുന്നതെന്ന് കർത്താവ്. അപ്പം എന്നെ കാണിച്ചത് ആരാണ്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? സാത്താനാണ്. അതിനുശേഷം കുറേ മാസങ്ങളും കുറേ വർഷങ്ങൾ, ചില 2-3 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാൻ പിന്നെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കൊണ്ട് ഇങ്ങനെയല്ല സ്വപ്നം കണ്ടത്. ഞാനിങ്ങനെ വണ്ടി എൻ്റെ ടൂ വീലർ ഇങ്ങനെ ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ട് പോയിക്കുമ്പോഴത്തേക്ക് ഞാൻ 2 വണ്ടികളുടെ ഇടയിൽ ഞാൻ പെട്ടു. ഒരു വണ്ടി അപ്പുറത്തും ഒരു വണ്ടി, ആ വണ്ടി ആർക്കും എന്നെ കാണാൻ പറ്റില്ല. 2 വണ്ടികളുടെ ഇടയിൽപ്പെട്ട് എന്നെ സ്മാഷ് ആക്കുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. ഞാൻ അന്നേരം എഴുന്നേറ്റു. എൻ്റെ കിടക്കയിൽ ഞാൻ ഉറങ്ങിയ കിടക്കയിൽ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് ഇരുന്നു. എന്നിട്ട് ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചു. കാര്യം ഞാൻ അതിനുശേഷം വിശ്വാസത്തെ ഞാൻ വളർന്നു. വിശ്വാസം പറഞ്ഞാൽ പ്രാർത്ഥിക്കാനും പഠിക്കുവാനും ബൈബിളിലെ വചനം പഠിക്കുവാനും അതിനെ ധ്യാനിക്കുവാനും പഠിക്കുവാനും തുടങ്ങി. എനിക്കൊരു ബലം കിട്ടി, എനിക്കൊരു ശക്തി കിട്ടി. വചനത്തിൽ ആരാണ് ചെയ്യുന്നത്, ആരാണ് എൻ്റെ നന്മ ആഗ്രഹിക്കുന്നത്, ആരാണ് എൻ്റെ തിന്മ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഇരിക്കയിലിരുന്നോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു,
every power of evil spirit, every attempt of this, I rebuke it in the name of Jesus. The precious name of Jesus, the precious blood of Jesus, He shed for the sake of me. I rebuke in the name of Jesus. I rebuke in the name of Jesus. സാത്താനെ നിന്നെ ഞാൻ റെബ്യൂക്ക് ചെയ്യുന്നു. എന്നേക്കും നീ കടന്നു പോകും. സാത്താൻ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് സുമർന്ന് അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു ഞാൻ വണ്ടി വരുമ്പോൾ ഞാൻ ഇതെന്നെ കുട്ടി കളിക്കൂ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിനോടുമായി ബന്ധം പുലർത്തി പ്രാർത്ഥിച്ചു. അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. ഞാനിത് പറയുന്നത് എന്തിനാണ്? നിങ്ങളും ഓരോ വ്യക്തികളും ഇതുപോലുള്ള ബന്ധത്തിൽ കഴിയുന്നവരുണ്ടാകും. പ്രാർത്ഥിക്കുക. നമ്മളെ സഹായിക്കാൻ നമ്മുടെ കർത്താവുണ്ട്. ഇവിടെ ഇയ്യോബിൻ്റെ കാര്യം പറഞ്ഞു. ഇയ്യോബ് എന്തുകൊണ്ടാണ് അങ്ങനെ വിഷമിക്കാൻ അങ്ങനെ ദുഃഖം കാണണമെന്ന്? ഇയ്യോബ് തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നീതീകരിക്കാനാണ് ശ്രമിച്ചത്. തൻ്റെ പ്രവൃത്തികളുണ്ട്. കർത്താവ് ഇയ്യോബിൻ്റെ പുസ്തകം നമുക്ക് ലാസ്റ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു, ഞാൻ നിന്നെക്കുറിച്ച് ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ എന്ന് കർത്താവിനോട് സംസാരിക്കുക. യഹോവയായ ദൈവത്തിനോട് സംസാരിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ച് എനിക്കൊരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. നിന്നെക്കുറിച്ച് അറിവ് മാത്രം മതിയോ നമുക്ക്? കർത്താവിനെ നമുക്ക് പറയാം. നമുക്ക് കർത്താവ് നിന്നെക്കുറിച്ച് ഒരു അറിവ് മാത്രമുള്ളതുകൊണ്ട് ഈ കർത്താവ് സ്നേഹിക്കുന്ന കർത്താവാണ്, വിശ്വസിക്കുന്ന കർത്താവാണ്. എന്താ ആ ഭയം കൊണ്ടാണ് വന്നത്. പക്ഷേ ഈ ജോബിൻ്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ജോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി അനന്യാഗങ്ങളും ഹോമയാഗം കളിക്കുന്നത്. അവരറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയോ, അറിയാതെ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയോ എന്ന് തന്നെ അവർക്ക് വേണ്ടി അനന്യാഗങ്ങളും ഹോമയാഗങ്ങളും കഴിക്കുമായിരുന്നു. കാര്യം ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം ജോബുണ്ട്. എന്തായാലും ഈ ജോബിനെക്കുറിച്ച് യഹോവയായ ദൈവം എന്താണ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ച് നോക്ക്. യോബിനെ കുറിച്ച് യഹോവയായ ദൈവം എന്താണ് പറഞ്ഞത്? സാത്താനോട് പറഞ്ഞ എൻ്റെ ദാസനായ ജോബിനെന്നാണ് പറഞ്ഞത്. എൻ്റെ ദാസനായ ജോബ്, ഇയ്യോബ്, നീ അവനെ കണ്ടുവോ, അവനെ ദൃഷ്ടി വെച്ചുവോ? അപ്പം നമുക്കറിയാം സാത്താൻ പറഞ്ഞു, നീ അവന് ധനം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, എല്ലാം കൊടുത്തു, അതിന് ചുറ്റും ഒരു വേലിയും കൊടുത്തു എന്ന് കർത്താവ് സാത്താൻ പറയുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അടുക്കാൻ സാധിക്കുന്നില്ല. നമുക്കിതിൽ നിന്ന് പഠിക്കേണ്ടത്, നമ്മളെ സംരക്ഷിക്കുകയും നമ്മളെ ചെയ്യുന്ന ഒരു യഹോവയായ ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാൻ പറയുന്നത് ദൈവത്തെക്കുറിച്ച് ജോബ് ദൈവത്തെക്കുറിച്ച് അറിയേണ്ടിയിരുന്നു. പരിശുദ്ധമായ വചനം എന്താണ് പറയുന്നത്? They did not like to retain God in their knowledge. So God gave them over to a defacement. ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചെന്ന് പറയുന്നത്. ഞാൻ ജോബ് നികഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ച് നികഷ്ടമായത് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ദൈവത്തെ മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ, നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരങ്ങളൊന്നുമില്ലേ? നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്ക്, ഈ ആകാശത്തിലേക്ക്, ഈ സൂര്യചന്ദ്രന്മാരെ നോക്ക്, ഈ പ്രകൃതിയെ നോക്ക്, എല്ലാം നോക്ക്. ദൈവം തൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. നാം ഇന്ന് നീ കാണുന്ന പ്രപഞ്ചത്ത് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ദൈവം തൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നാം വിശ്വാസത്താലാണ് ഇതെല്ലാം അറിയുന്നത്. നമുക്കാരുടെയും തിയറി വേണ്ട, നമുക്കാരുടെയും അറിവ് വേണ്ട, ദൈവത്തെ നമുക്കറിയാൻ. നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് തന്നെ ദൈവത്തെ നമുക്കറിയാമല്ലോ. ദാവീദ് ഈ പ്രപഞ്ചം എന്ത് പുസ്തകം വായിച്ചിട്ടാണ് ദാവീദ് ദൈവത്തെക്കുറിച്ച് ഇത്രമാത്രമില്ല? അവൻ ഏകാന്തമായിരുന്നു, നോക്കുമായിരുന്നു. ഈ ആകാശം, ഈ നക്ഷത്രം, ഈ പ്രപഞ്ചം, ഈ കാറ്റ്, ഇതെല്ലാം എങ്ങനെ വരും? ആരാണിതിനെ ഇത്ര ബുദ്ധിപൂർവ്വമായിട്ട് നിയന്ത്രിക്കുന്ന? ആ ദൈവത്തെക്കുറിച്ചുള്ള ആ ചിന്തകളാണ് അവൻ്റെ ഹൃദയത്തിലേക്ക്. ആ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം. ഇവിടെ എന്താണെന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് പറയാമല്ലോ. ഇവിടെ പറയുന്നത് യഹോവയായ ദൈവം ജോബിനെ കുറിച്ച് പറയുന്നത് അവൻ എൻ്റെ ദാസനാണെന്ന് പറയുന്നത്. അപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞത്? അവൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. ഒരു ദാസൻ ഒരാൾ കൂട്ടുകാരൻ. എന്താ അബ്രഹാമിനെ കുറിച്ച് കൂട്ടുകാരൻ, ദാസൻ എന്ന് പറയാതെ ദാസൻ എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ യഹോവയായ ദൈവം പറയുന്നത് എൻ്റെ കൂട്ടുകാരനാണ്. ദാസന് യജമാനൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്? ആഗ്രഹം എന്നത് അഭിലാഷം ഒന്നും ദാസനോട് യജമാനൻ്റെ എല്ലാ കാര്യങ്ങളും ദാസനോട് പറയുകയില്ല. പക്ഷെ കൂട്ടുകാരനോടും ഭാര്യയോടും തൻ്റെ മക്കളോടും ഭാര്യയോടും ആരോടും പറയാത്ത കാര്യങ്ങൾ പോലും കൂട്ടുകാരനോട് പങ്കുവെക്കും. അതാണ് ആ കൂട്ടുകാരൻ്റെ, അതാണ് യഹോവയായ ദൈവം വിളിച്ചത് അവൻ എൻ്റെ കൂട്ടുകാരൻ. നശിപ്പിക്കാൻ നേരത്തെ സോദോം ഗോമോറയെ നശിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് യഹോവയായ ദൈവം അബ്രഹാമിനോട് സജഷൻ ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഞാനിത് ചെയ്യാൻ പോവുകയാണെന്ന്. അത് തന്നെയല്ല, അബ്രഹാമിൻ്റെയും
ജോബിൻ്റെ ജീവങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അബ്രഹാമിനോട് 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 കർത്താവ് എങ്ങനെ സംസാരിക്കുമായിരുന്നു, ദൂതന്മാരെ അയക്കുമായിരുന്നു, അവർക്ക് വിരുന്ന് കൊടുക്കുമായിരുന്നു, സ്വപ്നങ്ങൾ കൊടുക്കുമായിരുന്നു, എന്തെല്ലാം ചെയ്യുമായിരുന്നു. യഹോവയായ ദൈവം അബ്രഹാമിനോട് സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും. ദൈവദൂതന്മാർ വന്ന് ദൂതന്മാർ വന്ന് അവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് സൽക്കാരം ചെയ്യുവാനും ഒക്കെ അങ്ങനെ ഒരു അവസരമൊക്കെ യഹോവയായ ദൈവം അബ്രഹാമിനെ കൊടുത്തു. ഇങ്ങനെ ഇതുപോലെ ഏതെങ്കിലും ഒരു സംഭവം, ഇങ്ങനെ ഒരു സ്വപ്നമോ അല്ല ദൈവത്തിൻ്റെ ദൂതന്മാർ വരുമോ അല്ലെങ്കിൽ സംസാരിക്കുമോ, എങ്കിൽ യഹോവയായ ദൈവം ജോബിനോട് ചെയ്ത അനന്തമായ ആ കാവലും തുണയെക്കുറിച്ചും എന്തെങ്കിലും യഹോവയായ ദൈവം ജോബിനോട് പറയുന്നുണ്ടോ? പറയുന്നില്ല. ദാസനായിട്ട് പക്ഷേ അബ്രഹാമിനോട് എന്താണ് അബ്രഹാമിനോട് യഹോവയായത് ഇത്രമാത്രം സ്നേഹിക്കാനുള്ള കാര്യം? അബ്രഹാം തൻ്റെ പ്രവൃത്തി കൊണ്ടല്ല കർത്താവിനെ, ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട വചനമുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല. ജോബ് ചെയ്ത് ന്യായപ്രമാണത്തിന് നാം നല്ലവനാകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, പ്രവൃത്തികൾ കൊണ്ട് കർത്താവിനെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു. ദൈവത്തിൻ്റെ വചനം ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വളരെ വി കൻ നോട്ട് പ്ലീസ് ദ ലോർഡ് വിത്തൗട്ട് ഫെയ്ത്ത് എന്നാണ്. നമുക്ക് ദൈവത്തെ വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ, സന്തോഷപ്പെടുത്തുവാൻ സാധിക്കും. വിശ്വാസമാണ് അതിന് ആധാരം എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്ലീസ് ചെയ്യണം. നമ്മളെത്ര നല്ല കാര്യങ്ങളും നമ്മുടെ ശ്രേഷ്ഠമായ കാര്യങ്ങളും അതൊക്കെ ഒരു ചാരിറ്റബിൾ വർക്കാതെ പോകുന്നത്. അത് നമുക്ക് തന്നെ നമ്മളെ നിൽക്കും. അയാൾ ഇന്നത് ചെയ്ത് അത് ചാരിറ്റബിൾ വർക്കായിട്ട് നമ്മളിൽ തന്നെ അത് വരും. ദൈവത്തിൻ്റെ അപ്പം വിശ്വാസത്തോട് നമ്മൾ ചെയ്തത് വിശ്വാസം കൊണ്ടാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം എന്തായിരുന്നു അറിയോ? God is righteous in making the sinners righteous. ദൈവം പാപികളെയും നീതിമാനാക്കാൻ കഴിവുള്ളവൻ നല്ല അബ്രഹാമിൻ്റെ വിശ്വാസം. അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവം പാപികളെയും നീതീകരിക്കാൻ തക്കവണ്ണം നീതിമാനാണ്. ദൈവം നീതിമാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടല്ലേ എത്രയൊക്കെ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ അത് ആരൊന്നില്ല. പണക്കാരനോ ദരിദ്രനോ ദാരിദ്രനോ പ്രശസ്തനായനോ താഴെ അതുപോലെ ഒന്നുമില്ല. ദൈവത്തിൻ്റെ നീതി വിശ്വാസത്താലുള്ള നീതിയാണ് ദൈവം. നമ്മൾ വിശ്വസിച്ച് ദൈവത്തിൻ്റെ പത്തിലേക്ക് നമ്മൾ ചേരുമ്പോൾ കർത്താവിൻ്റെ കവചം നമുക്ക് വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് കർത്താവിനെ നീതീകരിക്കാൻ, കർത്താവിൻ്റെ പ്രീതി സംഭവിക്കാനും കർത്താവിൻ്റെ കൃപയും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി മൂന്നാമതായിട്ട് ഭയപ്പെട്ട വേറൊരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വേറൊരു വ്യക്തി അദ്ദേഹം പറഞ്ഞത് എന്താണ് നമുക്കത്? നീ വിതയ്ക്കാത്രത്തുനിന്ന് കൊയ്യുകയും വിത്രാത്രത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നറിഞ്ഞ് ഭയപ്പെട്ട് നിന്റെ ദ്രവ്യം ഞാൻ കൊണ്ട് നിലത്ത് കുഴിച്ചിട്ടു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 24-25 വാക്യമാണ് നിങ്ങൾ വായിച്ചത്. നീ വിതയ്ക്കാത്രത്തുനിന്ന് കൊയ്യുകയും വിത്രാത്രത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നറിഞ്ഞിട്ട് നമ്മുടെ കർത്താവ് കഠിന മനുഷ്യനാണെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. തൻ്റെ താലന്ത് കൊടുത്തിട്ട് ഒരാൾക്ക് 5 താലന്ത്, ഒരുത്തൻ 2 താലന്ത്, ഒരുത്തൻ 1 താലന്തിട്ട് ഈ ഒരു താലന്ത് കൊടുത്തവൻ അവൻ ഭൂമിയിൽ കൊണ്ട് കുഴിച്ചിട്ട് യജമാനൻ വന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, നീ വിതയ്ക്കാത്രത്തുനിന്നും കൊയ്യുകയും വിത്രാത്രത്തുനിന്നും ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ നിറഞ്ഞിട്ട് നിന്റെ താലന്ത് കൊണ്ടുപോയി ഞാൻ കുഴിച്ചിട്ടു, ഇതായി എടുത്തുകൊള്ളു. നമ്മുടെ കർത്താവ് ഒരു കഠിന മനുഷ്യനാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കർത്താവ് ഒരു കഠിന മനുഷ്യനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കഠിന മനുഷ്യനാണ്. നമ്മുടെ കർത്താവ് 99 ആടുകളെയും വിട്ടിട്ട് 99 ആടുകളെയും പുറകെ വിട്ടിട്ട് ഒരൊറ്റ ആടിനെ പോയി തീപിടിച്ച ഒരു ഇടയനാണ് നമ്മുടെ കർത്താവ്. ആ ഒരാട് ഓരോരുത്തരുമാണ് അതിനെ തോളിലെടുത്ത് ഏറ്റി. അതുകൊണ്ട് 99 ആടുകളെ ഉപേക്ഷിച്ച് പോകുന്ന ഏതെങ്കിലും ഒരു ആട്ടിടയനുണ്ടോ? ഇല്ല, നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. അതാണ് ആ ആടാണ് നമ്മളത്. വഴിയരികിൽ അർത്ഥപ്രാണനായി കിടന്നിരുന്ന മനുഷ്യൻ അവൻ മരിക്കും. ഇപ്പോൾ കുറേ നിമിഷങ്ങൾ കഴിയുമ്പോൾ മരിച്ചു പോകുന്ന കൊള്ളക്കാരാൽ അപകടപ്പെട്ടിട്ട് മരണഭയത്തിൽ മരണത്തെ കാത്തു കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ ആ മനുഷ്യൻ. ഒരു വ്യക്തിയുടെ കിടന്നില്ലേ, യാത്രക്കാരൻ കിടന്നില്ലേ, അവിടേക്ക് ഒരു ശമരിയക്കാരൻ വന്നില്ലേ, അവനെ എടുത്ത് തൻ്റെ കുതിരപ്പുറത്ത് കെട്ടി അവനെ വെച്ച് കെട്ടി അവനെ കൊണ്ട് ഒരു വേണ്ടി. ആരാണ് ഈ ശമരിയക്കാരൻ? നമ്മുടെ കർത്താവല്ലേ ആ ശമരിയക്കാരൻ. കർത്താവായ യേശു ക്രിസ്തു ബഥാനിയയിൽ വന്നത് തന്നെ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്നിട്ടും മറിയ അവിടെ ഇരുന്ന് കരഞ്ഞു കണ്ടപ്പോൾ അവിടെ കൂടെ ഇരുന്ന് കരയാൻ ആർക്കളെ കൊണ്ട് കഴിയും? നമ്മുടെ കർത്താവിന് മാത്രമേ അത് കഴിയുള്ളൂ. അതാണ് നമ്മുടെ കർത്താവ്.
നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ വാത്സല്യത്തോടെ നോക്കുന്നു നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടി എല്ലാം തന്നെ നമ്മുടെ കർത്താവ്. ഈ കർത്താവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നീ കഠിന മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ കഠിന മനുഷ്യൻ എന്ന് പറയുവാൻ ഉണ്ടായ കാരണം എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയുമ്പോൾ ഹീ ഹാസ് ഡെൽറ്റ് ഈച്ച് വൺ എ മെഷർ ഓഫ് ഫെയ്ത്ത്. എല്ലാവർക്കും ഒരു മെഷർ ഓഫ് ഫെയ്ത്ത്, കർത്താവ് എല്ലാവർക്കും മെഷർ, ഒരു ഫെയ്ത്ത് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ താലന്ത് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധമായ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ വിശ്വാസത്തിൻ്റെ പങ്ക് കർത്താവ് ഓരോരുത്തർക്കും പങ്കിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ പങ്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ആ വിശ്വാസം നിങ്ങൾ എന്താണ് ചെയ്തത്? ആ വിശ്വാസത്തെ വളർത്തുവാൻ നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരു ചെടി നട്ട് വളർത്തിക്കഴിഞ്ഞാൽ, ഒരു ചെടി നട്ടുകഴിഞ്ഞാൽ അതിന് വെള്ളം, വളം, കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് വളരാൻ വേണ്ടി അതിനൊരു ഫെൻസിങ് കൂടെ കിട്ടും. അത് മറ്റ് പ്രാണികളോ വന്ന് അതിൻ്റെ ഇലയോ മറ്റും തിന്നാതിരിക്കാൻ വേണ്ടി. അപ്പം ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ വേണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് സാത്താൻ വന്നപ്പോൾ എന്തുവാണ് കർത്താവ് പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് സകല വചനം കൊണ്ട് അവൻ ജീവിക്കുന്നത്. നമ്മൾക്ക് വചനവും വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ് വളരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിലൂടെ വചനത്തിന് നമ്മൾ വചനം പഠിക്കണം. വചനം ദൈവത്തിൻ്റെ വാളാണ് വചനം. ആ വചനമില്ലാതെ നമുക്ക് സാത്താനെ എങ്ങനെ എതിർക്കാൻ സാധിക്കും? സാത്താനെ എതിർക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം നമുക്കില്ലെങ്കിൽ സാത്താനെ നമുക്ക് എങ്ങനെ എതിർക്കാൻ സാധിക്കും? വചനം പഠിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ഭയത്തിൻ്റെ പിടിയിൽ നിന്നും നമ്മളെ എല്ലാവരെയും മോചിപ്പിച്ചു. അവൻ്റെ പരിശുദ്ധമായ വചനം നമുക്ക് പറയുന്നത് എബ്രായ ലേഖനം 2:14-15 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണപര്യന്തം ജീവപര്യന്തം മരണഭീതിയിൽ കിടന്ന് ഒക്കെയും അവൻ വിടുവിച്ചു. നമുക്കെല്ലാവർക്കും എന്താ ഈ ഭയം ഉണ്ടായത്? എന്തിൻ്റെ ഭയത്തെക്കുറിച്ചാണ്? മരണഭയമാണ് ഇവരെല്ലാവർക്കും ഉണ്ടായത്. അതാർക്കാണെങ്കിലും, ആദാമിനാണെങ്കിലും ഹവ്വായ്ക്കാണെങ്കിലും എബ്രഹാം ലിങ്കനാണെങ്കിലും ശരി, ഡാർവിനാണെങ്കിലും എല്ലാവർക്കും എനിക്കാണെങ്കിലും ഉണ്ടായത് മരണഭയമാണ്. ആ മരണഭയത്തിൽ നിന്ന് നിൽക്കാനാണ് കർത്താവ് ജഡരൂപത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയനായി താനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കെഴുതറി ഒക്കെയും അവൻ വിടുവിച്ചു. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് മരണഭീതിയിൽ നിന്ന് വിടുവിച്ചു. ഈ സത്യം നമ്മൾ അറിയാം. നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം, പുതിയൊരു നിശ്ചയമെടുക്കാം. അതിനെയും നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. വചനം കേട്ട ഓരോരുത്തർക്കും കർത്താവിൻ്റെ അടുത്ത് വരുവാനും ശക്തി പ്രാപിക്കാനും വചനത്തിൽ അവർ വളരുവാനും ഉള്ള ഒരു പ്രചോദനം അവരുടെ ഹൃദയത്തിൽ കർത്താവ് നീ ഇട്ടുകൊടുക്കും. കർത്താവെ വചനം ഇട്ടുകൊടുക്കുമ്പോൾ അത് ഉള്ളിനിടയിൽ വീഴാതെ നല്ല നിലത്തിൽ വീണിട്ട് അധികം ഫലം കായ്ക്കുന്ന വിത്തായിട്ട് കർത്താവെ ഓരോ മനുഷ്യൻ്റെ ഹൃദയങ്ങളെയും ഫലപ്രദമായ ഭൂമിയായിട്ട് കർത്താവെ അതിനെ മാറ്റി കർത്താവെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനം ഓരോരുത്തർക്കും കൊണ്ടുവരുമാറാകട്ടെ. ആമേൻ.